ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് മോട്ടിവേഷന്റെ ക്ലാസ് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ. അതായത് പലർക്കും പ്രൊനൗൺസിയേഷന്റെ നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോരുത്തരും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഒരു മടി വരുന്നുണ്ട്. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്നാണ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്കിപ്പോൾ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിൽ വന്നിട്ട് ലിസൺ ടു നേറ്റീവ് സ്പീക്കർ. അതായത് പല നാട്ടിലെ ആൾക്കാരുമായിട്ടുള്ള ഇംഗ്ലീഷ് നമ്മൾ സംസാരിക്കുക, അവരോട് കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ്, ബ്രിട്ടൻ ഇംഗ്ലീഷ്, അവരൊക്കെ സംസാരിക്കുന്ന ഓരോ രീതിയിലുമുള്ള ഇംഗ്ലീഷ് ആയിരിക്കും. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ പല രീതിയിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ കേരള സ്റ്റൈല്, തമിഴ്നാടു, അങ്ങനെയൊക്കെ ഓരോരുത്തരും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആ ഒരു സ്റ്റൈല് വരുന്നുണ്ട്. അപ്പൊ നമുക്കത് മനസ്സിലാവും. അപ്പൊ അത് സംസാരിക്കുന്ന പ്രൊനൗൺസിയേഷൻ ഡിഫറൻസ് വരുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടുള്ള പ്രൊനൗൺസിയേഷൻ ചില നാട്ടില് സംസാരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നാം. അപ്പൊ നമുക്കത് എങ്ങനെയാ തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ രീതിയിലാണ് പ്രൊനൗൺസ് ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് പ്രൊനൗൺസിയേഷൻ പഠിക്കാനായിട്ട് പറ്റും. നിങ്ങൾ എന്തായാലും നേറ്റീവ് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അത് കേൾക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അവരോട്. അപ്പൊ അവര് ഈ ബ്രിട്ടൻ, ഈ അമേരിക്ക, പിന്നെ UK എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഇംഗ്ലീഷ് നമ്മൾ കേൾക്കുക നല്ലപോലെ. യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ്, സീരീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് കേൾക്കുമ്പോൾ അവരുടെ പ്രൊനൗൺസിയേഷൻ, അവർ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ കേൾക്കുക. എന്നിട്ട് നമ്മൾ അതുപോലെ പറയാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാവും എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന്. രണ്ടാമത്തെ പ്രാക്ടീസ് ഇൻഡിവിജ്വൽ സൗണ്ട്. അതായത് ഓരോരുത്തരും പറയുന്ന പോലത്തെ സൗണ്ട് നമ്മൾ നോക്കുക. അപ്പൊ നമുക്ക് ഏതാ കുറച്ചും കൂടി കംഫർട്ട് പറയാനായിട്ട്. അതായത് ഇപ്പോ ഇംഗ്ലണ്ടിന്റെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, അവരെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത്, അമേരിക്കയിൽ എങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യുന്നത് നോക്കുക. നമുക്ക് കുറച്ചും കൂടി ഏതാണ് ഈസി ആയിട്ട് നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്കത് മനസ്സിലായി. ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ സൗണ്ട് എടുത്ത് നോക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഇട്ട് കേൾക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് പറയുന്നത് ശരിയാണോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അതും കൂടി നോക്കുക. പിന്നെ മൂന്നാമത്തെ, യൂസ് എ പ്രൊനൗൺസിയേഷൻ ഗൈഡ്. അതായത് നമുക്ക് പ്രൊനൗൺസിയേഷന്റെ ഗൈഡ് ഒക്കെ യൂസ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റും അതെങ്ങനെയാ വരുന്നെന്നുള്ളത്. ഓക്കെ, നാലാമത്തെ, സ്പീക്ക് സ്ലോലി ആൻഡ് ക്ലിയർലി. നമ്മൾ സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് പറയാണ്ട് സ്ലോ ആയിട്ടും ക്ലിയർ ആയിട്ടും പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഗെറ്റ് ഫീഡ്ബാക്ക്. നമ്മളിപ്പോൾ പറയുന്നത് തന്നെ നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുക. നമ്മൾ ഓരോരുത്തരോട് ചോദിക്കും നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെയാന്നൊക്കെ. ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. അപ്പൊ അതുപോലെ നിങ്ങളും ചോദിക്കുക. അപ്പൊ നമുക്കത് മനസ്സിലാവും, നിങ്ങൾ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എന്ന്. അപ്പൊ നമുക്ക് തന്നെ അപ്പൊ തന്നെ അറിയാൻ പറ്റും അവരെങ്ങനെ എത്രത്തോളം ഇതായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അപ്പൊ തന്നെ അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ 5 പോയിന്റ്സ് ആണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ എങ്ങനെയാണ് ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഞാൻ ഒന്നും കൂടി ആ പോയിന്റ്സ് ഒക്കെ പറയാം. അപ്പൊ നിങ്ങൾക്ക് നോക്കാം. ലിസൺ ടു നേറ്റീവ് സ്പീക്കർ. അതായത് നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് ഇംഗ്ലണ്ട്, അമേരിക്ക, അവരോടൊക്കെ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ പ്രാക്ടീസ് ഇൻഡിവിജ്വൽ സൗണ്ട്. അതായത് അവരൊക്കെ സംസാരിക്കുന്ന രീതിയിൽ പോലെ തന്നെ നമ്മൾ സൗണ്ട് സംസാരിച്ച് നോക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ യൂസ് എ പ്രൊനൗൺസിയേഷൻ ഗൈഡൊക്കെ യൂസ് ചെയ്ത് സംസാരിക്കുക. സ്പീക്ക് സ്ലോലി ആൻഡ് നമ്മൾ പതുക്കെ സംസാരിക്കുക, വേഗത്തിൽ ഓടാതെ. ഓക്കെ, പിന്നെ ഗെറ്റ് ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മളെ തന്നെ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൊനൗൺസിയേഷൻ മനസ്സിലാവും. സപ്പോസ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഗൂഗിളിൽ തന്നെ ഉണ്ട് പ്രൊനൗൺസിയേഷന്റെ ഇതുണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പ്രൊനൗൺസിയേഷൻ വേണമെങ്കിൽ ഗൂഗിൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ പ്രൊനൗൺസിയേഷൻ കിട്ടും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ അത്ര വലിയ പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ കൂടി നമുക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ മലയാളം തന്നെ എടുത്താലും നമുക്കത് മനസ്സിലാക്കി പഠിക്കാം. ഇംഗ്ലീഷിന്റെ ഇപ്പൊ ഒരു പ്രൊനൗൺസിയേഷൻ എടുത്തിട്ട് അത് മലയാളം, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അത് മലയാളത്തിൽ എടുത്താലും അവർ മലയാളത്തിൽ അതിന്റെ എഴുതിയിട്ടുണ്ടോ എങ്ങനെയാണെന്ന്, അപ്പൊ അത് വായിച്ചിട്ടാലും നമുക്കത് പറയാനായിട്ട് പറ്റും. നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിക്കുക. നമ്മൾ അതിന്റെ ഇപ്പൊ നമ്മൾ അവർ പറയുന്നത് കേട്ടിട്ട് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്തിട്ട് പറയാം. എന്നിട്ട് നമ്മൾ തന്നെ കേൾക്കുക നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന്. അപ്പൊ അത് ശരിയാണെങ്കിൽ നമ്മൾ ആ മെത്തേഡ് തന്നെ പറയാം. നമ്മൾ തെറ്റാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി കേൾക്കുക അവരെങ്ങനെയാ പറയുന്നതെന്ന്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൊനൗൺസിയേഷൻ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ഈ ഒരു ചെറിയ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ടിപ്സ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ താഴെ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ കമന്റിനൊക്കെ ഓൾമോസ്റ്റ് ഞാൻ റിപ്ലൈ ഒക്കെ തരാറുണ്ട്. കമന്റ് നോക്കാറുമുണ്ട്, ചെക്ക് ചെയ്യാറുമുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ.
കമന്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കെല്ലാം മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാ ഡൗട്ട് കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ ആവശ്യമുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ ഞാൻ റിപ്ലൈയും അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും മടി വിചാരിക്കേണ്ട. നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ദയവായിട്ടൊന്ന് വിളിക്കും മക്കളെ. നിങ്ങൾ വിളിക്കുവാണെങ്കിൽ തന്നെ ഞാൻ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമില്ലേ? അപ്പൊ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എനിക്ക് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവർക്കും നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുക, മുൻകൈ എടുത്ത് വരിക. എന്റെ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും അത് കേട്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത് കുഞ്ഞ് ബെലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്റെ ഇനി അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും see you.